പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഡൽഹിയിൽ ആരംഭിച്ചു. പ്രധാന കക്ഷികളുടെ എല്ലാം പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ ചെറുകക്ഷികളെ വിളിക്കാത്തതിൽ AIMIM നേതാവ് അസദുദ്ദീൻ ഒവൈസി പ്രതിഷേധമുയർത്തിയിരിക്കുകയാണ്. വിവരങ്ങളുമായി ലിജോ വർഗീസാണ് നമുക്കൊപ്പം നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നത്. ലിജോ, വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമാണ്. ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് നിർണായക നീക്കങ്ങളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ രാജ്യത്തുള്ള മുഴുവൻ ആളുകളുടെയും പിന്തുണ ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. രാജ്യത്തെ ഭരണകൂടത്തിന് നൽകിയിട്ടുണ്ട്, ഭിന്നസ്വരങ്ങളൊന്നും ഇല്ലാതെ തന്നെ. പക്ഷേ പ്രധാനപ്പെട്ട നീക്കങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഔദ്യോഗികമായി ഇക്കാര്യങ്ങൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെ അറിയിക്കുക, മുഴുവൻ ജനങ്ങളുടെയും പ്രതിനിധികളായി അറിയിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട നീക്കമാണ്. ഏതെല്ലാം കക്ഷികൾ പങ്കെടുക്കുന്നുണ്ട്, ഏതെല്ലാം പ്രധാനപ്പെട്ട നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്, എവിടെയാണ്, ആരുടെ അധ്യക്ഷതയിലാണ് യോഗം? ബിനിൽ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലാണ് ഈ യോഗം നടക്കുന്നത്. കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതോടൊപ്പം തന്നെ നിർമ്മല സീതാരാമൻ, കിരൺ റിജിജു അടക്കമുള്ള നേതാക്കൾ, മന്ത്രിമാർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ നിന്നും മറ്റ് പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷികളിൽ നിന്നുള്ള നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ബിനിൽ സൂചിപ്പിച്ച പോലെ തന്നെ രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വളരെ നിർണായകമായ ഒരു നീക്കങ്ങളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പഹൽഗാമിൽ ഉണ്ടായിരിക്കുന്ന ഈ ഭീകരാക്രമണത്തിന് കൃത്യമായൊരു മറുപടി നൽകാൻ ഇന്ത്യ തീരുമാനിക്കുന്നു എന്നുള്ള സൂചനകൾ കൂടി വരുന്നതാണ് ഇന്നത്തെ ഈ സർവകക്ഷി യോഗം. ഈ യോഗം തുടങ്ങുന്നതിന് മുൻപ് തെരഞ്ഞെടുക്കപ്പെട്ട രാജ്യങ്ങളിലുള്ള അംബാസിഡർമാരോടും ഇന്ത്യ സംസാരിച്ചു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നും തുടർ നടപടികൾ എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ബ്രീഫിംഗ് അവർക്കും നൽകിയിട്ടുണ്ട്. ആ തരത്തിൽ കുറെ കൂടി എല്ലാ ആളുകളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർക്കെല്ലാവർക്കും നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടുള്ളൊരു നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതിനിടയിലാണ് പാകിസ്ഥാനിൽ നിന്ന് വലിയ തരത്തിലുള്ള പ്രതിരോധം അല്ലെങ്കിൽ ഒരു പ്രകോപനം ഏറ്റവും ഒടുവിലായി ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒരു സംഘർഷ സാധ്യതയിലേക്ക് അല്ലെങ്കിൽ അതിർത്തി കുറെ കൂടി പ്രിപ്പയർഡായി നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ വിവരങ്ങളും സൂചനകളും നൽകുന്നത്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു സർവകക്ഷി യോഗം നടക്കുന്നത്. ഇതിനിടയിൽ ചില കക്ഷി നേതാക്കൾ, പ്രത്യേകിച്ച് കുറഞ്ഞ എണ്ണം MP-മാർ പാർലമെന്റിലുള്ള, ലോക്സഭയിലും രാജ്യസഭയിലുമുള്ള MP-മാർ ഉള്ള രാഷ്ട്രീയ പാർട്ടികളെ യോഗത്തിലേക്ക് വിളിച്ചിട്ടില്ല. അതിൽ ഉള്ള പ്രതിഷേധം ഇപ്പോൾ അസദുദ്ദീൻ ഒവൈസി മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് വളരെ നിർണായകമായൊരു യോഗം എന്ന നിലയിൽ തന്നെ ഇന്നത്തെ ഡൽഹിയിൽ നടക്കുന്ന യോഗത്തെ കാണാം. ഇപ്പോൾ യോഗം ആരംഭിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരുപക്ഷെ ഈ യോഗവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒരുപക്ഷെ നേതാക്കൾ തന്നെയോ അല്ലെങ്കിൽ മന്ത്രിമാർ തന്നെയോ അറിയിക്കുമെന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഇന്ന് രാവിലെ അവരുടെ CWC ചേർന്ന ശേഷം ഇതിൽ വലിയ തരത്തിലുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ള ഒരു നിലപാട് വ്യക്തമാക്കിയിരുന്നു. അവരുടെ വാർത്താ സമ്മേളനം അങ്ങനെയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഇന്നത്തെ യോഗത്തിൽ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനനുസരിച്ചുള്ള മറുപടികൾ ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അക്കാര്യങ്ങളും ഈ യോഗത്തിന് ശേഷം പുറത്തു വരുന്ന നേതാക്കളിൽ നിന്ന് പ്രതീക്ഷിക്കാം. ബിനിൽ, ശരി, വ്യക്തമാണ്. ലിജോ വർഗീസാണ് നാഷണൽ ഡെസ്കിൽ വിവരങ്ങൾ നൽകിയത്.